ലയനത്തിൽ ഞാൻ കണ്ടത് സുമലതയാണ് ആദ്യം മനസ്സിൽ കണ്ടത്. പിന്നെ ലക്ഷ്മി ചേച്ചി എടുത്ത് സംസാരിച്ചു, ഞാൻ സ്മിതയോട് സംസാരിച്ചു. സ്മിതയോട് ഞാൻ പറഞ്ഞു ഫുൾ ഇതിൽ സാരി ഉടുത്തിട്ടുള്ള ഇതാണ്, അല്ലാതെ വേറെ സെക്സി ഡ്രസ്സൊന്നുമല്ല. മമ്മൂക്ക ആദ്യമായിട്ട് സീൻ എടുക്കാൻ വരുമ്പോൾ മമ്മൂക്ക ഇങ്ങനെ നോക്കിയിട്ട് എന്തിനാ രണ്ടുമൂന്ന് മാർക്കുകളൊക്കെ ഇട്ടേക്കണം എന്തിനാന്ന് ചോദിച്ചു. ഞാൻ പിന്നെ അവിടെ നടന്നു വന്ന് ഇവിടെ വന്നിരിക്കണം, ഇവിടുന്ന് ഇവിടെ വരണം, അപ്പോൾ ട്രാക്ക് ഇങ്ങനെ വരും, അങ്ങനെ വരും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് മമ്മൂക്കയ്ക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. സിദ്ദിഖ് ജഗദീഷിൻ്റെ ഗ്രൂപ്പ് ഉണ്ടാക്കിയതേ ഞാനാണ്, മ്യൂസ് പീരീഡിൽ അവരെ നായകന്മാരാക്കിയതേ ഞാനാണ്. ദിലീപിനും ഭാഷയുണ്ടായി, എനിക്കും ഭാഷയുണ്ടാകുന്ന വന്നപ്പോഴത്തേക്ക് അതൊരു ഇഷ്യൂ ഉണ്ടായി. അതിലൊരുപാട് പരാജയം ഞാൻ ഏറ്റുവാങ്ങി, ഒരുപാട് പരാജയം ഏറ്റുവാങ്ങി. 1-2 വർഷം എനിക്ക് സിനിമ ചെയ്യാൻ പറ്റാതെ എനിക്ക് അഡ്വാൻസ് തന്ന നിർമ്മാതാക്കൾ വരെ മാറിപ്പോയി. ഒരു ഡയറക്ടർ, പുതിയൊരു ഡയറക്ടറാണ്, ഞാൻ മഞ്ജു വാര്യർ എന്നെ വിളിച്ചുകൊണ്ടാണ് ഞാൻ അവിടെ ചെന്നത് എത്തിയത്. തൊട്ടടുത്ത് ഡയറക്ടർ ഒരു കസേരയിൽ ഇരിക്കുന്നു. അത് മഞ്ജുവിനും ഫീൽ ചെയ്ത്, എനിക്ക് ഫീൽ ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞു മഞ്ജു ഞാൻ ഇവിടെ കൂടുതൽ ഇരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഉടനെ പോവുകയുണ്ടായി. ഇപ്പോൾ ലയനം എന്ന് പറയുന്ന മൂവി ചെയ്തു, അത് സൂപ്പർ ഹിറ്റായി മാറി. ശരിക്കും ആ ഒരു മൂവി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഡിഫറെൻ്റ് ആണ് അല്ലേ? ഇപ്പോൾ സിൽക്ക് സ്മിത വെച്ചാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ജോണർ ചൂസ് ചെയ്യാനുള്ള കാര്യം എന്താണ്? അത് സിൽക്ക് സ്മിത എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് അവസാന നിമിഷം വന്ന ഒരു ആർട്ടിസ്റ്റാണ് എൻ്റെ സിനിമയിൽ. ലയനത്തിൽ ഞാൻ കണ്ടത് ഇതൊരു വളരെ പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയുടെ ഒരു ത്രെഡാണ് ഞാൻ എടുത്തത്. സബറ 42 ഉള്ള ഒരു സിനിമ, അത് പണ്ട് ഒരുപാട് വർഷത്തിന് പഴക്കമുള്ള ഒരു സിനിമ, അതിൻ്റെ ഒരു എലിമെൻ്റാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഞാൻ ചെയ്ത ഒരു ഏജ് ഡിഫറൻസ് ലവ് സ്റ്റോറി, 28 വയസ്സായ ഒരു സ്ത്രീയും 18 വയസ്സായ ഒരു പയ്യനും തമ്മിലുള്ള ഒരു ലവ് സ്റ്റോറിയാണ് ഞാൻ ആക്ച്വലി വർക്ക് ചെയ്തത്. ശരി, ആ ഒരു സമയത്ത് അത് അങ്ങനെ ഒരു കോൺസെപ്റ്റിൽ എടുക്കുന്നതിന് ഭയങ്കര. അപ്പോൾ ഞാനത് ആക്ച്വലി സുമലതയാണ് ആദ്യം മനസ്സിൽ കണ്ടത്. പിന്നെ ലക്ഷ്മി ചേച്ചി എടുത്ത് സംസാരിച്ചു. അപ്പോഴവർക്ക് ആ സമയത്ത് ഡേറ്റ് ഇല്ല. അപ്പോൾ ഈ പ്രൊഡ്യൂസറൊക്കെ പെട്ടെന്ന് പടം ചെയ്യണമെന്ന്. അവസാനം സൂപ്പർ ഗുഡ് എന്ന് പറഞ്ഞ ഗുഡ് നൈറ്റ് മോഹനും കൂടെ ചേർന്നിട്ടാണ് ഈ സിനിമ ചെയ്യുന്നത്. അതാണ് സൂപ്പർ ഗുഡായത്. അപ്പോൾ അവരുടെ ഒരു ഡിസ്കഷൻ വന്നപ്പോൾ ഇത് സ്മിതയിടണം, ഇട്ടാൽ മതി. അപ്പോൾ എനിക്ക് കൂടുതൽ വാശി പിടിക്കാൻ പറ്റില്ല, കാരണം എൻ്റെ ഒരു ആദ്യത്തെ സിനിമ അത്ര സൂപ്പർ ഹിറ്റ് ആയില്ല. അപ്പോൾ എനിക്ക് അടുത്തൊരു സിനിമ ചെയ്യണം. 1 വർഷം ഗ്യാപ്പ് വന്നു. പിന്നെ ഒരു അസിസ്റ്റൻ്റായിട്ട് പോകാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ കുഴപ്പമില്ല. അപ്പോൾ സ്മിതയെ സംബന്ധിച്ച് സ്മിത നല്ല ആർട്ടിസ്റ്റാണെന്ന് എനിക്കറിയാം. പക്ഷേ ഒരുപാട് ഗ്ലാമർ വേഷങ്ങൾ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. സമ്മതിച്ചു, ചെയ്യുന്നു. ഞാൻ സ്മിതയോട് സംസാരിച്ചു. സ്മിതയോട് ഞാൻ പറഞ്ഞു ഫുൾ ഇതിൽ സാരി ഉടുത്തിട്ടുള്ള ഇതാണ്, അല്ലാതെ വേറെ സെക്സി ഡ്രസ്സൊന്നുമല്ല എന്ന് പറഞ്ഞാൽ അവർക്കും സന്തോഷമായാണ് ആ സിനിമ ചെയ്യുന്നത്. സത്യത്തിൽ അതിനെക്കുറിച്ച് ഞാൻ ഇപ്പോഴും താലോലിക്കുന്ന ഒരു സിനിമയാണ്. കാരണം എന്തറിയാം, അതിലൊരു നല്ല ലവ് സ്റ്റോറി ഉണ്ട്, നല്ലൊരു തീമുണ്ടായിരുന്നു അതിനകത്ത്. കല്യാണം കഴിച്ചിട്ട് ആദ്യ രാത്രി പോലും ഇല്ലാതെ പോകേണ്ടി വന്ന ഹസ്ബൻഡ്. അപ്പോൾ അവരുടെ ഒരു ലൈഫ് ആണ് ആ സിനിമയെ ഞാൻ കണ്ടത്. അതെ. പിന്നെ അതുപോലെയുള്ള സിനിമ ചെയ്യാൻ എനിക്ക് ഒരുപാട് ഓഫറുകൾ പിന്നെ ചെയ്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ മനസ്സിൽ ഒറ്റ സിനിമയുള്ളത്, അത് കഴിഞ്ഞു. പിന്നെ അതേപോലെ സിനിമ ചെയ്താൽ പിന്നെ ഞാൻ അതേപോലത്തെ സിനിമയുടെ ഒരാളായി മാറൂലേ? ഡിഫറെന്റ് ആയിട്ട് സിനിമ ചെയ്യണം എനിക്ക്. പിന്നെ അടുത്ത സിനിമ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഇതേപോലെ ഒരു ഫാമിലി ഹ്യൂമർ സിനിമയാണ്. അതാണ് ഞാൻ കൗതുക വാർത്തയിലേക്ക് പോയത്. അതുകൊണ്ടാണ് പിന്നെ ലേനം പോലെ ഒരു സിനിമ ചെയ്യാത്തത്. അങ്ങനെ ആ പ്രൊഡ്യൂസർ പോലും ലേനം പോലെ ഒരു സിനിമ ചെയ്ത് തരണം എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് കോണ്ടാക്ട് ചെയ്തത്. ഞാനത് അവരുടെ മനസ്സ് മാറ്റി എടുക്കുകയാണ്. വേറൊരു ഒരുപാട് നടന്മാരുമായിട്ടോ അതുപോലെ ആക്ട്രസ്സുമാരുമായിട്ടോ ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ആക്ടർ ആരാണ്? അങ്ങനെ നമുക്ക് പറയുമ്പോൾ മറ്റുള്ളവർക്ക് ഇത്, പക്ഷെ എന്നാലും അതല്ല. കാരണം എല്ലാ ആർട്ടിസ്റ്റുകളും ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റുകൾ ഇപ്പോൾ എൻ്റെ അടുത്ത് മിക്ക ആർട്ടിസ്റ്റുകളും അഭിനയിച്ചാണ്. മമ്മൂക്ക അഭിനയിച്ചു, ലാലേട്ടൻ അഭിനയിച്ചു, മുകേഷും ആണ് ഏറ്റവും കൂടുതൽ സിനിമ ചെയ്തത്. പിന്നെ ജയറാം, സിദ്ദിഖ് ജഗദീഷിൻ്റെ ഗ്രൂപ്പ് ഉണ്ടാക്കിയതേ ഞാനാണ്, മ്യൂസ് പീരീഡിൽ അവരെ നായകന്മാരാക്കിയതേ ഞാനാണ്. അപ്പോൾ എല്ലാവരും അഭിനയിച്ചവർ തന്നെയാണ്. പക്ഷെ എന്നാലും എനിക്ക് ഏറ്റവും കൂടുതൽ നമുക്കൊരു ആഗ്രഹം എന്നത്, എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവും, എല്ലാ സംവിധായകനും ഉണ്ടാകുന്ന ഒരു ആഗ്രഹമാണ്. അന്നും ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ഇപ്പോൾ ഉള്ളവർക്ക് ഉണ്ടോയെന്ന് അറിയില്ല. മമ്മൂട്ടിയെ മോഹൻലാലിനെ വെച്ചൊരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു ഡയറക്ടേഴ്സും ആ സമയത്തൊന്നും ഇല്ലായിരുന്നു. ഇപ്പോഴും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എപ്പോഴും ഉണ്ടാവും മനസ്സിൽ. അങ്ങനെ ഒരുപാട് ആഗ്രഹിച്ച ഞാനും
എന്ന് മമ്മൂക്ക വെച്ച് ചെയ്തു, ആയിരുന്നാവുള്ള അനന്തരൻ വെച്ച് ചെയ്തു, പിന്നെ അതിനുശേഷം ലാലേട്ടനെ വെച്ച് ചെയ്തു. പക്ഷേ എനിക്ക് കൂടുതൽ ഭയങ്കര ഒരു സുഖം തോന്നിയ, അതായത് വർക്കിൽ ഭയങ്കര ഒരു സന്തോഷം തോന്നി നമ്മൾ വർക്ക് ചെയ്യാൻ. എന്നാൽ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്, പക്ഷെ എന്നാലും ലാലേട്ടൻ ഭയങ്കരമായിട്ട് എന്താ പറയുന്നത്, നമുക്ക് അവിടെ സെറ്റിൽ ഒരു സംവിധായകന് കൺഫ്യൂഷൻ വരുത്തില്ല. ഒരു ചോദ്യങ്ങൾ ചോദിക്കുക, അത് നമ്മൾ പറയുന്നത് അനുസരിച്ച് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ്. പക്ഷെ അദ്ദേഹം ചോദിക്കുന്നത് എപ്പോഴാന്ന് വെച്ചാൽ, അദ്ദേഹത്തിന് കഥ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അപ്പം ക്ലിയർ ചെയ്യും. സെറ്റിൽ വന്നിട്ട് ഡയറക്ടർ ഈ സെറ്റിൽ വന്നിട്ട് എന്തെങ്കിലും ഒരു സീൻ എടുത്ത് അതിങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഡയറക്ടർ മൂഡ് ഔട്ട് ആവും. അത് ആ ഒരു സ്വഭാവം ലാലേട്ടനില്ല. അതെനിക്ക് വളരെ നല്ലൊരു ക്വാളിറ്റി. ഡയറക്ടറിനെ സംബന്ധിച്ചിടത്തോളം അതെ അതെ, ഞാനത് ഒരു ദിവസം ലാലേട്ടനോട് ചോദിക്കുകയും ചെയ്തു. ലാലേട്ടൻ വേറെ ഡിസ്കഷൻ്റെ വേറെ ഇത് ഇല്ല, അത് ഇനി ഡയറക്ടർ നോക്കിയാൽ മതി. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ചോദിക്കാനുള്ളതും പറയാനുള്ളതും നമ്മൾ ഇതൊന്നും സംസാരിച്ച് കഴിഞ്ഞു, ഇനി ഡയറക്ടറുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അതൊക്കെ ഒരു ഇതുണ്ട്. പക്ഷെ മിക്ക ആർട്ടിസ്റ്റുകളും അങ്ങനെ തന്നെയാണ് പെരുമാറിയിട്ടുള്ളത്. പിന്നെ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ ഒരു സംവിധായകൻ ഒരു ആർട്ടിസ്റ്റിനോട് എങ്ങനെ പെരുമാറുന്നു, അപ്പോഴാണല്ലോ അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു ക്വാളിറ്റി കൊണ്ടായിരിക്കാം ഞാൻ എല്ലാവരോടും പെരുമാറിയിട്ടുള്ളത്. നല്ല രീതിയിൽ ആയതുകൊണ്ടായിരിക്കാം എല്ലാവരും എന്നോട് നന്നായിട്ട് പെരുമാറിയിട്ടുള്ളത്. ആ ഒരു സഹകരണം എനിക്ക് ഒരുപാട് എല്ലാ ആർട്ടിസ്റ്റുകളിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. ആക്ടിങ് എന്ന് പറയുമ്പം ഇപ്പോൾ ചില ഡയറക്ടേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് എങ്ങനെയാണ് ആ ക്യാരക്ടർ ചെയ്യേണ്ടതെന്ന് അഭിനയിച്ച് കാണിച്ചു കൊടുക്കും, അല്ലെങ്കിൽ ചില ക്യാരക്ടർ ജസ്റ്റ് പറഞ്ഞ് മനസ്സിലാക്കുള്ളൂ. അപ്പോൾ സാർ എങ്ങനെ ഒരു ഡയറക്ടറാണ് കൂടുതലും ഈ റോളിലോട്ട് എത്തുമ്പോൾ എങ്ങനെയാണ് ആക്ടേഴ്സിനെ സഹായിക്കുകയും ഒക്കെ ചെയ്യുന്നത്? ഞാൻ സത്യത്തിൽ ആക്ട് ചെയ്ത് കാണിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ ഫ്രെയിം അടയാളപ്പെടുത്തി അവിടെ നടന്ന് ഇവിടെ വന്നിരിക്കണം, ഇവിടുന്ന് ഇവിടെ വന്നിരിക്കണം, ഇവിടുന്ന് മൂവ്മെന്റ് അങ്ങോട്ട് പോകണം എന്ന് ഞാൻ കാണിച്ചു ചെയ്യുന്നത്. മിക്ക ആർട്ടിസ്റ്റുകളും അങ്ങനെ വെച്ചാണ് ചെയ്തിട്ടുള്ളത്. തുടക്കം മുതൽ അങ്ങനെയാണ്. കാരണം തുടക്കം മുതൽ പയ്യന്മാരും ഒക്കെ അഭിനയിച്ചാണല്ലോ, അപ്പോൾ അവർക്കൊക്കെ ഞാൻ ചെയ്ത് കാണിച്ചു കൊടുത്തത്. പക്ഷേ അവരഭിനയിക്കും പോലെ അഭിനയിക്കാൻ പറ്റിയെന്ന് വരില്ല, പക്ഷെ എന്നാലും ഞാനത് ചെയ്ത് കാണിച്ചു കൊടുക്കും. അപ്പോൾ മമ്മൂക്ക ആദ്യമായിട്ട് സീൻ എടുക്കാൻ വരുമ്പോൾ ഞാൻ മമ്മൂക്കയോട് അവിടെ നിന്ന് ഞാൻ റിഹേഴ്സൽ ഞാൻ പറയും ഇങ്ങനെ ഇവിടുന്ന് ഡയലോഗ് പറഞ്ഞ് നമുക്ക് ഇവിടെ എന്ന് പറയും. മമ്മൂക്ക ഇങ്ങനെ നോക്കി എന്തിനാ രണ്ടുമൂന്ന് മാർക്കുകളൊക്കെ ഇട്ടേക്കണം എന്തിനാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ അവിടെ നടന്നു വന്ന് ഇവിടെ വന്നിരിക്കണം, ഇവിടുന്ന് ഇവിടെ വരണം, അപ്പോൾ ട്രാക്ക് ഇങ്ങനെ വരും, അങ്ങനെ വരും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് മമ്മൂക്കയ്ക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ പിന്നീട് മമ്മൂക്ക തന്നെ എസ് എൻ സ്വാമിയായിരുന്നു എൻ്റെ സ്ക്രിപ്റ്റ്. സ്വാമിയോട് വിളിച്ച് പറയുണ്ടായി, ക്രിസ്ത്യാസ് നമ്മൾ മനസ്സറിഞ്ഞ് വർക്ക് എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് എന്ന് മമ്മൂക്കയുടെ നാവുകൊണ്ട് തന്നെ പറയാൻ, അത് കേൾക്കാൻ എനിക്കിടയായി. അപ്പോൾ ഞാനങ്ങനെ ചെയ്ത് കാണിച്ചു കൊടുക്കാറുണ്ട്. ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെയാണ് എൻ്റെ ഒരു ക്ലാരിറ്റി. ഇതല്ല എൻ്റെ ഫൈനൽ, ഇതല്ല, അത് ആർട്ടിസ്റ്റാണ് തരുന്നതാണ്. ഇപ്പം നമ്മുടെ ഒരു ഡെമ്മി കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ ഡെമ്മിയാണ് നമ്മൾ കാണിച്ചു കൊടുക്കുന്നത്. പക്ഷെ ഞാൻ കാണിച്ചു കൊടുക്കും. ഞാനിപ്പോൾ അത് ഇതൊന്നും അല്ല, ഞാൻ വെറുതെ ഒരു കസേര ഇരുന്നിട്ട് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ പറയാറില്ല. എല്ലാ ആർട്ടിസ്റ്റും ലേഡീസ് ആയിരുന്നാലും ശരി ജെൻസ് ആയിരുന്നാലും ശരി ഞാൻ എന്നെക്കൊണ്ട് സാധിക്കുന്ന രീതിയിൽ ഞാൻ ആ മൂവ്മെൻറ്റ് കറക്റ്റ് കാണിച്ചു കൊടുത്തിട്ടാണ് ചെയ്യും. ചില ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യുമ്പോൾ ചില മാനറിസംസ് ഒക്കെ കാണില്ലേ? അപ്പം നമ്മൾ സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴേ നമ്മൾ അങ്ങനെ ഒരു ക്യാരക്ടർ ആയിരിക്കണം എന്നൊക്കെ ചിന്തിക്കുമല്ലോ. അപ്പോൾ അതെങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? എന്തെങ്കിലും റെഫറൻസ് കൊടുക്കുമോ അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കും ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ? അല്ല, അത് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ തന്നെ മനസ്സിൽ കൂടുതലും പല സിനിമകളുടെയും കഥ എൻ്റെതായിരുന്നു, സ്ക്രിപ്റ്റും ഒക്കെ. അപ്പോൾ നമ്മുടെ അത് എഴുതുമ്പോൾ തന്നെ നമുക്ക് സ്വയം ഇരുന്നിട്ട് നമ്മുടെ നമ്മളൊന്ന് ചെയ്ത് നോക്കുകയും ചിന്തിച്ച് നോക്കുകയൊക്കെ ചെയ്യുമല്ലോ. അത് മനസ്സിൽ കിടക്കും. അതിങ്ങനെ പറഞ്ഞു കൊടുക്കും. അതായത് ന്യൂസ് ഫ്രണ്ടിൽ ഇന്നസെന്റ് ഇങ്ങനെ 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 തലവെട്ടുന്ന ഒരു സംഭവമുണ്ട്. അത് ആക്ച്വലി ആബേലച്ചൻ്റെ ഒരു ക്യാരക്ടറാണ് ആക്ച്വലി നമ്മൾ എടുത്തത് കലാഭവനിൽ. അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു തലവെട്ടലില്ല. അപ്പം നമ്മളൊരു മാനേഴ്സും വേണം എന്ന് വെച്ച് ഞാനും കല്ലുണ്ടി അദ്ദേഹമാണല്ലോ സ്ക്രിപ്റ്റ്. ഞങ്ങൾ രണ്ടും കൂടെ ഇന്ന് ആലോചിച്ചു അത് എന്തെങ്കിലും ഒരു മാനേഴ്സ് കൊടുക്കണം. അപ്പോൾ ഇതാണ് അപ്പം ഹ്യൂമർ ഉണ്ടാക്കാൻ വേണ്ടി വരും. കാരണം ഇങ്ങനെ തലയായിട്ട് വിളിക്കുമ്പോൾ ഒരു സ്ത്രീ അവിടെ ഇരുന്നിട്ട്
അവരെ വിളിച്ച പോയിട്ട് തോന്നിയിട്ട് ഒരു പ്രശ്നമൊക്കെ ഉണ്ടാക്കും. അപ്പൊ അങ്ങനെയൊക്കെ ഒരു സീൻ വരണമെങ്കിൽ ഈ തലയാട്ട് വരണം. അപ്പൊ ഇങ്ങനെ പല മാനർസുകളും നമ്മൾ ആലോചിച്ചുണ്ടാക്കുന്നതാണ്. ചിലത് അത് നന്നായി വരും, ചിലത് ഓഡിയൻസിന് കേട്ടില്ലെന്ന് വരും. കാരണം ഈ ഹ്യൂമർ എന്ന് പറയുന്നത് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചാൽ നമ്മളൊരു ഹ്യൂമർ സിറ്റുവേഷനിൽ ഒരു ഹ്യൂമർ സീൻ ചെയ്യുമ്പോൾ അത് ഓഡിയൻസിന് അത് തമാശയായിട്ട് തോന്നിയില്ലെങ്കിൽ ആ സീൻ കൊണ്ട് യാതൊരു ഉപയോഗം. ചില സമയങ്ങളിൽ നമുക്ക് ആ പറയുന്ന മൊമെന്റിൽ നമുക്ക് എല്ലാവർക്കും ചിരി വന്നെന്ന് വരും, പക്ഷെ വേറൊരിടത്ത് പറയുമ്പോൾ അത് ഉണ്ടാവില്ല. അതാണ് കാരണം സെന്റിമെന്റ്സ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. സീൻസുകൾ വർക്ക് ചെയ്യാനും അത് എനിക്കൊന്ന് നമുക്കറിയാം എന്ത് പറഞ്ഞാൽ ആൾക്കാർക്ക് വിഷമം വരുന്നില്ല, എക്സാക്ട് ഒരു ഐഡിയ ഉണ്ട്. പക്ഷെ ഈ ഹ്യൂമർ അങ്ങനെയല്ല, വളരെ ബുദ്ധിമുട്ടാണ് അത് ചെയ്തെടുക്കാൻ, വളരെ ബുദ്ധിമുട്ടാണ്. ആ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഇതാണ്. അത് നമ്മുടെ ആർട്ടിസ്റ്റുകൾക്കൊക്കെ ഏറ്റവും ഗുണമുള്ള ഒരു കാര്യം. കാരണം ഏറ്റവും സംഭവം മുകേഷ് ആയിരുന്നാലും ജയറാമായിരുന്നാലും ദിലീപ് ഏറ്റവും നല്ല ആർട്ടിസ്റ്റ് അല്ലേ, ഏറ്റവും നല്ല ആർട്ടിസ്റ്റാണ് ദിലീപ്. അപ്പൊ അവർക്കൊക്കെ ടൈമിംഗ് എന്ന് പറയുന്നത് ഭയങ്കരമാണ്, നല്ല ടൈമാണ്. അതുപോലെ സിദ്ദിഖൊക്കെ ഗംഭീര ആർട്ടിസ്റ്റുകളാണ്. നമുക്ക് മലയാള സിനിമയിലുള്ള ആർട്ടിസ്റ്റുകൾ എന്നൊക്കെ പറയുന്നത് ദൈവം അനുഗ്രഹിച്ച് തന്നിരിക്കുകയാണ്. കാരണം അത്രയും നല്ല ടാലൻ്റുള്ള ആർട്ടിസ്റ്റുകളാണ് നമുക്ക് മലയാള സിനിമയിലുള്ളത്. കാരണം അത് ഉദാഹരണം ഞാൻ പറയാം. എൻ്റെ മലപ്രഹാജി മഹാരാജ ജോജി എന്ന സിനിമ, അത് മുകേഷൊക്കെ എന്ത് ഭയങ്കരമായിട്ട് പെർഫോം ചെയ്ത സിനിമയാണ്. അതിൽ ജഗദീഷ് ശ്രീകുമാർ എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുകയാണ്, അങ്ങനത്തെ ഒരു സിനിമയാണ്. ഇത് തമിഴില് ബാലു മഹേന്ദ്ര എന്ന് പറഞ്ഞ ഏറ്റവും വലിയ ഡയറക്ടറാണ് ബാലു മഹേന്ദ്ര. അദ്ദേഹം ക്യാമറമാനാണ്, ഡയറക്ടറാണ്. അപ്പോൾ അദ്ദേഹം അത് റീമേക്ക് ചെയ്തു തമിഴിലേക്ക്. അബ്ദുൽ രാമൻ എന്ന് പേരിട്ട് റീമേക്ക് ചെയ്തു. അപ്പോൾ ആ സിനിമ കണ്ടിട്ട് റീമേക്ക് ചെയ്യാൻ വേണ്ടി ബാലു മഹേന്ദ്ര സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഋഷി സാർ, താങ്കൾ ചെയ്തേക്കും പോലെ എനിക്കിത് ചെയ്യാൻ പറ്റില്ല, അത്ര ഹ്യൂമറൊന്നും ഇവിടെ കിട്ടില്ല, എന്നാലും ഞാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ജഗദീഷ് ശ്രീകുമാറിൻ്റെ റോള് ചാർലി എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റാണ് ചെയ്യുന്നത്. ചാർലി എന്നെ കണ്ടിട്ട് പൂജാ സമയത്ത് അവിടെ അദ്ദേഹത്തിൻ്റെ ആ പൂജ നടക്കുന്ന സമയത്ത് അവിടെ വെച്ചിട്ട് വരും എന്നെ അടുത്തുനിന്ന്, സാർ ജഗദീഷ് ശ്രീകുമാർ പണ്ണ മാതിരി എല്ലാം എന്നാലേ പണ്ണ മുടിயாது സാർ, ഞാൻ വേറെ ടൈപ്പിലെ പണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു അതങ്ങനെയാണല്ലോ, ഓരോ ലാംഗ്വേജിൽ വരുമ്പോൾ മാറുമല്ലോ. അപ്പൊ അതാണ് ഏറ്റവും വലിയ ഒരു നമ്മുടെ മലയാള സിനിമയ്ക്ക് വലിയൊരു നേട്ടവും അഭിമാനിക്കാവുന്ന കാര്യം തന്നെ. പലപ്പോഴും മലയാള സിനിമകൾ വേറെ ലാംഗ്വേജസിലോട്ട് പോകുമ്പോൾ നമുക്ക് ഉൾക്കൊള്ളാനേ പറ്റാത്ത രീതിയിൽ വരാറുണ്ട് അല്ലേ. അത് ശരിക്കും നമ്മുടെ ഇവിടുത്തെ ആക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഡയറക്ടേഴ്സിൻ്റെയും ഒരു വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ്. ഇപ്പോൾ നേരത്തെ സാറ് ദിലീപേട്ടൻ്റെ കാര്യം പറഞ്ഞു. അപ്പം ഇനി ദിലീപുമായിട്ടൊരു മൂവി വരികയാണെന്നുണ്ടെങ്കിൽ സാറ് ഫ്യൂച്ചറിൽ ചെയ്യും? തീർച്ചയായും ചെയ്യുമല്ലോ. കാരണം ദിലീപ് എൻ്റെ ആദ്യമായിട്ട് ചെയ്യുന്നത് മായപ്പൊന്മനാണ്, നല്ല സിനിമയായിട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ദോസ്ത് ചെയ്തു. ദോസ്ത് ഇപ്പോഴും ആൾക്കാർ ദോസ്ത് പോലെ ഒരു സിനിമ ചെയ്യുമെന്ന് പലരും പറയുന്നവരുണ്ട്. അപ്പം ദിലീപ് അവർ ഇടയ്ക്ക് ഞങ്ങൾക്ക് ഒരു സൗന്ദര്യപ്പിണക്കം ഉണ്ടായി. അത് പിന്നെ ഒരു കുടുംബത്തിൽ ചിലപ്പോൾ ബ്രദേഴ്സും ഒക്കെ ഉണ്ടാവുന്ന സൗന്ദര്യപ്പിണക്കമായിട്ട് ഉണ്ടാവുമല്ലോ. അത് കുറച്ചാണ് കഴിയുമ്പോൾ അങ്ങ് മാറും. അന്നൊരു ഇഷ്യൂ ഉണ്ടായി, ദിലീപിന് ഭാഷയുണ്ടായി, എനിക്കും ഭാഷയുണ്ടാകുന്ന വന്നപ്പോഴത്തേക്ക് അതൊരു ഇഷ്യൂ ഉണ്ടായി. അതിലൊരുപാട് പരാജയം ഞാൻ ഏറ്റുവാങ്ങി, ഒരുപാട് പരാജയം ഏറ്റുവാങ്ങി. 1-2 വർഷം എനിക്ക് സിനിമ ചെയ്യാൻ പറ്റാതെ എനിക്ക് അഡ്വാൻസ് തന്ന നിർമ്മാതാക്കൾ വരെ മാറിപ്പോയി. അങ്ങനെയൊക്കെ ഒരു പ്രശ്നം എനിക്കുണ്ടായി. അപ്പോൾ അത് പക്ഷേ ഇപ്പോൾ അത് പ്രശ്നമില്ല. ദിലീപുമായിട്ട് ഞാൻ നല്ല സൗഹൃദത്തിലാണ്, ഞങ്ങൾ എപ്പോഴും കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്. ഒരുപക്ഷെ വീണ്ടും സിനിമ ചെയ്യാൻ സാധിച്ചാൽ ചെയ്യും, തീർച്ചയായിട്ടും ചെയ്യും. അത്രയേ ഉള്ളൂ. കാരണം ഈ ഇങ്ങനെയുള്ള ഒരു വിരോധമൊന്നും നമുക്ക് എപ്പോഴും ജീവിതകാലം മുഴുവനും സിനിമയിൽ ഉണ്ടാവില്ല, പ്രത്യേകിച്ച് സിനിമയിൽ. സർ ശരിക്കും ഇപ്പോഴത്തെ സിനിമ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫറെൻ്റ് ആണ് കുറച്ച് മുന്നത്തെ ഒരു ടൈമിലെ സിനിമ വെച്ച് നോക്കുമ്പോൾ. എപ്പോഴും അങ്ങനെയാണ്, ഒരു ഇവോൾവ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ഇപ്പോഴത്തെ സിനിമ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ടെക്നിക്കലി ആണെന്നുണ്ടെങ്കിലും ആക്ടിങ് വൈസ് ആണെന്നുണ്ടെങ്കിലും സ്ക്രിപ്റ്റ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ ഒരുപാട് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇതുമായിട്ട് എങ്ങനെ ആണ് ശരിക്കും ഒന്ന് അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുന്നത് എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഞാൻ അപ്ഡേറ്റഡ് ആണ്. കാരണം വെച്ചാൽ ഞാൻ എല്ലാ സിനിമയും കാണുന്നതാണ്. ഒരു സിനിമ പോലും ഞാൻ ബാക്കി വെക്കില്ല. റിലീസ് ചെയ്യുന്ന എല്ലാ സിനിമയും ഞാൻ കാണും. അതിൽ മോശമായ സിനിമയാണെങ്കിലും ശരി, നല്ല സിനിമയാണെങ്കിലും ശരി. ഏറ്റവും കൂടുതൽ ഞാൻ കാണാൻ ശ്രമിക്കുന്നത് ഒരു സിനിമ കൂടുതൽ ദിവസം മോശമെന്ന് പറയുന്ന സിനിമയാണ് കൂടുതൽ ഞാൻ കാണാൻ ശ്രമിക്കുന്നത്. എന്തുകൊണ്ടാണ് ആ സിനിമ മോശമായി പോയത് എന്ന്. ചിലപ്പോൾ നല്ല സിനിമകൾ തിയേറ്ററിൽ ഓടാത്ത സിനിമകളുണ്ട്, നമ്പർ ഓഫ് ഡേയ്സ് ഓടാത്ത സിനിമകളുണ്ട്. അവിടെ നമുക്ക് തോന്നുന്നു അയ്യോ ഇത് നല്ല സിനിമയായിരുന്നു, എന്തുകൊണ്ട് ഓടിയില്ല എന്ന് നമുക്ക് തോന്നും. അപ്പം ഞാൻ ഇപ്പോഴും
അപ്ഡേറ്റ് ആയിട്ട് തന്നെയാണ് ചിന്തിക്കുന്നത്. അങ്ങനെയുള്ള സ്ക്രിപ്റ്റ് തന്നെയാണ് പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകളെ തന്നെയാണ് ചൂസ് ചെയ്യുന്നത്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ വർക്ക് ചെയ്യാൻ കുറച്ചുകൂടെ ഈസി എനിക്ക് തോന്നുന്നത് ഇപ്പോഴാണെന്ന് തോന്നുന്നു. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരുപാട് ടെക്നിക്കൽ പരമായിട്ട് ഒരുപാട് സാധ്യതകളുണ്ട് നമുക്ക്. അന്നൊന്നും അതില്ലായിരുന്നു. ഞാൻ ഇത് മഞ്ഞുകാലം എന്ന് പറഞ്ഞ സിനിമ ചെയ്തു. ഉർവശി ഡബിൾ റോൾ ചെയ്ത സിനിമ വളരെ ബുദ്ധിമുട്ടുള്ള സിനിമയായിരുന്നു. കാരണം വെച്ചാൽ ഈ ഡബിൾ റോള് അഭിനയിക്കുക എന്ന് പറയുന്നത് ഒരു സീനോ 2 സീനോ അല്ല. ആ സിനിമയിൽ ത്രൂട്ട് അനിയത്തി ചേട്ടത്തിയാണ്, ചേച്ചി അനിയത്തിയായിട്ടുള്ള ഒരു സിനിമയാണ്. അതായത് ഒരു അപ്പുറം വീട്ടിൽ കിടന്ന് കളിക്കുന്നതും അതും ഹ്യൂമർ ഒരുപാടുണ്ട്. ഇത് എത്രയും കളിക്കുകയാണ്. അപ്പം ഞാൻ ഈ സിനിമ ഒരു കഥ രാജൻഗിരിയത്ത് വിനോഗിരിയത്ത് അവരുടെ ഒരു കഥയാണ്. അപ്പോൾ ഈ കഥ എന്നോട് പറയുമ്പോഴത്തേക്ക് ഞാൻ ഇതെനിക്ക് ചെയ്യണമെന്ന് തോന്നി. പക്ഷെ പിന്നെ മനസ്സിലാലോചിച്ച് എങ്ങനെ ചെയ്യാൻ പറ്റും, ഇപ്പോഴത്തെ ഈ ഡബിൾ റോള് എങ്ങനെ ചെയ്യാൻ പറ്റും, അത്രയും ഞാൻ റിസ്ക് എങ്ങനെ എടുക്കും. അതും ഔട്ട്ഡോർ ഒക്കെയാണ്. ഔട്ട്ഡോർ ഒരിക്കലും ഡബിൾ റോള് ചെയ്യാൻ പറ്റുന്നതല്ല. കാരണം സണ്ണിന്റെ വേരിയേഷൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഇത്. അപ്പോൾ ഞാനൊരു കുമാർ എന്ന് പറഞ്ഞൊരു ക്യാമറമാൻ, പഴയ ക്യാമറമാനാണ്, പുള്ളിയായിട്ട് സംസാരിച്ച് പുള്ളി പറഞ്ഞ് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് ആ സിനിമ ചെയ്യാൻ തീരുമാനിച്ചു. എല്ലാം ഇതായി. ട്രിവാൻഡ്രത്തായിരുന്നു ഷൂട്ടിങ്. അപ്പോൾ ഉർവശി എന്നോട് എപ്പോഴും ചോദിക്കും, ചേട്ടാ ഇത് എങ്ങനെ അത് ചെയ്യാൻ പറ്റുമോ എന്നിങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. സുരേഷ് ഗോപി പിന്നെ മനോജ് കജേനൊക്കെ ആയിരുന്നു. കാരണം 2 പേരുടെയും ഒരു പോർഷൻ എടുത്തിട്ട് വേണം അടുത്ത പോർഷൻ എടുക്കാൻ. പക്ഷെ ഇപ്പോഴത്തെ ടെക്നിക്കൽ അത് ഇല്ല. ഇപ്പൊ നമുക്ക് ഈസിയാണ്. ടെക്നിക്കൽ പരമായിട്ട് നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഏരിയകളുണ്ട് ഇപ്പോൾ. അന്ന് ഞാൻ ആ ഫുൾ സിനിമ ചെയ്തിട്ട് അത് പ്രിവ്യൂ കണ്ടിറങ്ങിയ ശശിയേട്ട ശശിയേട്ടനോട് ചോദിച്ചു, എടാ എങ്ങനെയാ ചെയ്താ? അപ്പോൾ ഇത് ഗംഭീരമായിട്ടാ അത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്തു. എനിക്കത് ഭയങ്കര ഇപ്പോഴും അത് മനസ്സിൽ നിന്ന് പോകുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഒരു വലിയൊരു ഡയറക്ടർ എന്നെ വിളിച്ചിട്ട് പറയുന്നു, ആ സിനിമ നന്നായി നീ മേക്ക് ചെയ്തു ഡബിൾ റോള് എന്ന് പറയുന്നത്, അതൊരു ഡയറക്ടർ വളരെ കഷ്ടപ്പെട്ട് ചെയ്താലേ പറ്റുള്ളൂ. കാരണം അന്ന് നമ്മൾ ഒരു പോർഷൻ എടുത്തിട്ട് വേറെ പോർഷൻ എടുക്കാൻ 1, 2, 3 എന്ന് 10 വരെ എണ്ണിയിട്ട് പിന്നെ 10, 9, 8 ഇങ്ങനെ എണ്ണി അങ്ങോട്ട് പോകണം അടുത്ത ഇതെടുക്കുക. അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ആ സിനിമ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ലെവലിൽ ഈസി ആയിട്ട് ഗ്രാഫിക്സ് ഒക്കെ ഒരുപാട് ചെയ്യാൻ ഇപ്പോൾ സാധിക്കും. അന്നൊന്നും അതൊന്നും ബുദ്ധിമുട്ടല്ലേ. ഇപ്പോൾ ഡബിളോ ത്രിബിളോ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അതിനുള്ള എക്യുപ്മെന്റ്സ് ഇപ്പോൾ ഒരുപാടുണ്ട്. ക്യാമറകൾ ഒരുപാട് അങ്ങനെയുള്ള ഇതുണ്ട്. മറ്റങ്ങനെയല്ല, ഒരു 1003 അല്ലെങ്കിൽ ആരിപ്ലെക്സ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. 1003 വെച്ചിട്ടാണ് നമ്മൾ ഈ ഡബിൾ ഇതൊക്കെ ചെയ്യുന്നത്. അന്ന് വളരെ കോസ്റ്റും കൂടുതലാണ്. അതെ. പിന്നെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് കൂടുതൽ പറഞ്ഞു പോകേണ്ട കാര്യമില്ല. ചെറിയൊരു കഥ മതി, ഒരു ചെറിയ കഥ മതി. പിന്നെ നാച്ചുറലായിട്ട് ഒരു പെരുമാറുന്ന ആ ഒരു സിസ്റ്റം ഉണ്ട്. അത് എനിക്കിഷ്ടമാണ്. ഞാനിപ്പോൾ അടുത്തൊരു പടം ചെയ്യുന്നതും അതുപോലെ തന്നെയാണുള്ള സിനിമയായിരിക്കും ചെയ്യുന്നത്. ശരിക്കും സിനിമ മാത്രമല്ല സാർ, സീരിയൽസും ചെയ്തിട്ടുണ്ട്. അതിൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ കാര്യം സീരിയലിൽ നമുക്ക് കൂടുതലും കാണാൻ പറ്റുന്ന പുരാണവും ദൈവങ്ങളുടെ കഥകളും ഒക്കെയാണ്. അപ്പം അതിലോട്ടുള്ളൊരു താല്പര്യം, അതിൽ എനിക്കൊന്ന് സീരിയൽസ് ഒക്കെ ഹിറ്റുമാണ് നല്ല രീതിയിൽ. അപ്പോൾ ആ ഒരു താല്പര്യം വന്നത് എന്തുകൊണ്ടാണ്? അത് ഈ പറയുന്ന പോലെ തന്നെ ഞാനും ദിലീപുമായിട്ടൊരു ഇഷ്യൂ വന്ന സമയത്ത് എനിക്ക് 2 വർഷം വരെ സിനിമ ഇല്ലാതെ വന്നു. 2 വർഷത്തിൽ കൂടുതലായി ഉണ്ടാകും. ആ സമയത്താണ് ഞാൻ ആക്ച്വലി എനിക്ക് അയ്യപ്പൻ ചെയ്യാൻ എന്നെ വിളിക്കും. അപ്പോൾ ആ സമയത്ത് അയ്യപ്പൻ ചെയ്യാൻ വന്നു. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് മഹാഭാരതം ചെയ്തു, പിന്നെ ദേവീമഹാത്മ്യം ചെയ്തു. അപ്പോൾ ഇതൊക്കെ പുരാണത്തിൻ്റെ ഒരു രീതിയിൽ ചെയ്തപ്പോൾ അതും ഒരു മറ്റൊരു സുഖമായിട്ട് തോന്നി. കാരണം രാവിലെ ദൈവത്തിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യും. ശരി, ഈ സീരിയൽസും ഒക്കെ ചെയ്തുകൊണ്ട് ചോദിക്കുകയാണ്. ഇപ്പം നമുക്ക് കൂടുതലും നമ്മൾ സിനിമകൾ എന്ന് പറയുമ്പോൾ OTT പ്ലാറ്റ്ഫോംസിലോട്ട് വരുന്നുണ്ട്, തിയേറ്ററിലല്ല എല്ലാം ഇറങ്ങുന്നത്. അതുപോലെ തന്നെ സീരീസുകളുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒരു ഫാൻ ബേസ് ഉണ്ട്. അപ്പോൾ ഫ്യൂച്ചറിൽ സീരീസ് ഒക്കെ ചെയ്യാൻ താല്പര്യമുണ്ട്, അതായത് ഈ പറയുന്ന പോലെ OTT പ്ലാറ്റ്ഫോംസിലൊക്കെ വരുന്നത്? അതിനും ഞാനൊരു സ്ക്രിപ്റ്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു സീരീസ് ചെയ്യാൻ വേണ്ടി. ഒരു സസ്പെൻസ് മോഡിലുള്ള ഒരു നല്ല ത്രില്ലറായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ വർഷം ഉണ്ടാവില്ല. ഈ വർഷം എനിക്ക് ഈ സിനിമ ചെയ്യണം. അതിൻ്റെ ഒരു തിരക്കിലാണ്. എൻ്റെ സ്ക്രിപ്റ്റ് വർക്ക് തയ്യാറായി ഇരിക്കുകയാണ്. അപ്പോൾ ഈ ചെയ്യാൻ പോകുന്ന സിനിമയെ പറ്റി ഒന്ന് പറയാമോ?
അല്ല, അതിനെക്കുറിച്ച് ഫുള്ളായിട്ട് Reveal ചെയ്യാൻ ആയിട്ടില്ല. കാരണം വെച്ചാൽ അതൊരു ഒരു 2-3 ആഴ്ചയും കൂടെ കഴിയണം ഫുള്ളായിട്ട് എനിക്ക് അതിനെക്കുറിച്ച് പറയാം. എന്തായാലും ഈ വർഷം ഒരു സിനിമ ഉണ്ടാവും. അതൊരു നല്ല സിനിമയായിരിക്കും. അത് ഇപ്പോഴത്തെ ഒരു ത്രില്ലിങ് ഫാമിലിയും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു സിനിമയായിരിക്കും. കാരണം കുറച്ച് പയ്യന്മാരും ഒക്കെ ഉണ്ട്. കാരണം ഒരുപാട് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒരു പ്രശ്നമാണ് അത്. അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് സ്ക്രിപ്റ്റിംഗ് അല്ലേ? അല്ലല്ല, സ്ക്രിപ്റ്റ് പുതിയൊരു റൈറ്ററാണ്, രാജേഷ് എന്ന് പറയുന്ന ഒരു പുതിയ റൈറ്ററാണ് എഴുതിയിരിക്കുന്നത്. വളരെ മനോഹരമായിട്ട് സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ സ്ക്രിപ്റ്റിൽ നമ്മുടെ ഡിസ്കഷനിൽ ഞാനും പുള്ളിയും കൊണ്ട് ഇരിക്കുന്നുണ്ട്. പക്ഷേ അതൊരു നല്ല റൈറ്ററുമാണ്, ആവാൻ ചാൻസ് ഉള്ള ഒരു റൈറ്ററാണ്. കാരണം അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ രീതിയും ഡയലോഗ്സും ഒക്കെ എനിക്ക് എഴുതി കിട്ടിയപ്പോൾ എനിക്ക് ഒരു നല്ല സിനിമയായി വരും എന്നുള്ള വിശ്വാസത്തിലിരിക്കുന്നു. അപ്പോൾ ഇനി നമ്മുടെ ഇപ്പോൾ ഡയറക്ഷനിലോട്ട് ഇറങ്ങാൻ നിൽക്കുന്ന പുതിയ ഡയറക്ടേഴ്സിനോട് എന്താണ് പറയാനുള്ളത്? പുതിയ ഡയറക്ടറോട് അങ്ങനെ എന്തെങ്കിലും ഒരു പറയാനൊരു അഡ്വൈസ് കൊടുക്കാനുള്ള ഒരു ഞാൻ ആയോ എന്നുള്ള ഞാൻ ആദ്യം മനസ്സിലാക്കണമല്ലോ. കാരണം അതല്ല, പക്ഷെ ഒന്ന് മാത്രം മനസ്സിലാക്കിയാൽ, കാരണം സിനിമയെ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് കാണണം എന്നുള്ള ഒരു എല്ലാ ഡയറക്ടർമാരും എല്ലാവരും അങ്ങനെ തന്നെ കാണുന്നുണ്ട്. പക്ഷെ എന്നാലും കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് സിനിമയെ നോക്കി കാണണം. വരുന്ന ഡയറക്ടർമാരെല്ലാവരും, പുതിയ ആൾക്കാർ വരുന്നവരൊക്കെ തന്നെ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് സിനിമയെ നോക്കി കാണുക. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നിർമ്മാതാവിന് ആ പൈസ തിരിച്ചു കിട്ടണം എന്നുള്ള ഒരു ചിന്ത കൂടി അവരുടെ ഉള്ളിൽ ഉണ്ടാവണം എന്നൊരു അഭിപ്രായമുണ്ട്. കാരണം പല നിർമ്മാതാക്കളും പൈസ ഒന്നും തിരിച്ചു കിട്ടിയിട്ടില്ല എന്നുള്ള സങ്കടങ്ങൾ പറയുന്ന ഒരുപാട് അവസ്ഥ ഇപ്പം നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് ചിന്തിച്ചാൽ നന്നായിരിക്കും. അച്ചടക്കത്തോട്. പിന്നെ എനിക്ക് അവരോട് പറയാനുള്ളത്, കാരണം ഇപ്പോൾ ഇല്ലാത്തത് ഒരു കാര്യമുണ്ട്. കാരണം ബഹുമാനക്കുറവ് ഇല്ല ഇപ്പം. കാരണം അവർക്ക് ഒരു സീനിയർ ആൾക്കാരെ കാണുമ്പോൾ സീരിയസ് ആയിട്ട് അവർ കാണുകയും, അല്ലെങ്കിൽ സീനിയറോട് ഒരു താല്പര്യക്കുറവ് കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അത് ഒക്കെ ഒന്ന് മാറ്റിവെച്ചാൽ നല്ലതായിരിക്കുമെന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ആദ്യം നമ്മൾ തീരുമാനിക്കും നമ്മൾ ആരാണ്, നമ്മൾ എവിടുന്ന് വന്നു. നമ്മൾ വല്ലപ്പോഴൊക്കെ നമ്മൾ ബാക്കിലൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കണം. അപ്പോഴേ ഞാൻ ആരാണെന്ന് എനിക്ക് മനസ്സിലാവാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ ഉണ്ടാവണം. കാരണം ഞാൻ ഒരു സെറ്റ് ചെന്നപ്പോൾ ഉള്ള ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതായത് നമുക്ക് ഒട്ടും വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു ഡിസ്റെസ്പെക്ട് ഫീൽ ചെയ്ത എന്തെങ്കിലും, അത് കാരണം ഒരു തിരിഞ്ഞു പോലും നോക്കാത്ത അവസ്ഥ. ഞാൻ വേറെ ആവശ്യത്തിന് ചെന്നപ്പോൾ ഒരു ഡയറക്ടർ, പുതിയൊരു ഡയറക്ടറാണ്, ഞാൻ മഞ്ജു വാര്യർ എന്നെ വിളിച്ചതുകൊണ്ടാണ് ഞാൻ അവിടെ എത്തിയത്. ഞാൻ ഇവിടെ അടുത്തുണ്ട് വരൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അടുത്ത് തൊട്ടടുത്ത് ഡയറക്ടർ ഒരു കസേരയിൽ ഇരിക്കുന്നത്. ഒന്നുമില്ലെങ്കിലും വന്നൊന്ന് കാണുകയോ ഒന്ന് സംസാരിക്കുകയോ ചെയ്യാൻ കൊള്ളുള്ള മനസ്സ് പോലും കാണിച്ചില്ല. അത് മഞ്ജുവിനും ഫീൽ ചെയ്ത് എനിക്ക് ഫീൽ ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞു, മഞ്ജു ഞാൻ ഇവിടെ കൂടുതൽ ഇരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ പോകേണ്ടത്. അപ്പോൾ അതൊക്കെ ഒന്ന് അത് ശരിക്കും വളരെയധികം അറിയാവുന്ന ഏതെങ്കിലും ഡയറക്ടറാണോ? അതായത് നമുക്ക് പിന്നെ അതേ പുള്ളി വേറെ പണം ചെയ്തോന്ന് അറിയില്ല. ഫസ്റ്റ് മൂവി ചെയ്യുന്ന സമയത്താണ് പുള്ളിയുടെ ഫസ്റ്റ് മൂവി. പക്ഷെ അതൊക്കെ ഒന്ന് മാറ്റണം. അതൊക്കെ ഇപ്പോഴെന്ന് അറിയാം, ബഹുമാനം വേണം. പിന്നെ നമുക്കെന്താ പറയാ, നമ്മൾ എപ്പോഴും ഒരു കാര്യം തന്നെ, അഹങ്കാരം മനസ്സിൽ വന്നാൽ പിന്നെ ഉയർച്ച ഉണ്ടാവാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മളെപ്പോഴും ആരോടാണ് നമ്മൾ അഹങ്കരിക്കുന്നത്? നമ്മൾ അഹങ്കാരം കാണിക്കേണ്ടത് എന്തിനാണ്? നമ്മുടെ തൊഴിലിനോടാണ്. ഞാൻ ഒരു തൊഴിൽ ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ സിനിമയോട് ആ സിനിമയുടെ ആ ഫ്രെയിമിൽ ഞാൻ അഹങ്കാരം കാണിക്കണം, എങ്കിലേ ആ ഫ്രെയിം നന്നാവുള്ളൂ. അത് നന്നാവാൻ വേണ്ടി നമ്മൾ ആ സ്ക്രിപ്റ്റിൽ, ആ എടുക്കുന്ന ഷോട്ടിൽ, അതിലേക്ക് നമ്മൾ ആ സീൻ എങ്ങനെ വർക്ക് ചെയ്യണമെന്നുള്ളതിൽ അഹങ്കാരം കാണിക്കണം. അപ്പോൾ അത് നന്നാവും. അല്ലാതെ ഒരു വ്യക്തികളോടാവരുത് നമ്മൾ അഹങ്കാരം കാണിക്കുന്നത് എന്നുള്ള ഒരു ഇതുണ്ട്. കാരണം ഞാൻ ഇപ്പോൾ ഈ അടുത്ത സമയത്ത് ഞാൻ ഒരു സിനിമയിൽ ഒരു മുഴുനീള കഥാപാത്രം അഭിനയിച്ച് കഴിഞ്ഞു. അത് കൂടി കഴിഞ്ഞു. കമ്പം എന്ന് പറയുന്ന സിനിമ. അപ്പോൾ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഞാൻ എന്താ ചോദിച്ചാൽ ഞാൻ ഒരു അഭിപ്രായം പറയില്ല. കാരണം എന്നോട് പറയാൻ വന്ന് ഇതിങ്ങനെ ചെയ്യും സാർ, ഇങ്ങനെ ചെയ്യും സാർ, ഞാൻ ഇങ്ങനെ ചെയ്യുന്നു. അതൊരു പുതിയ ഡയറക്ടറാണ്. അപ്പോൾ നമ്മൾ അവരെയും കണ്ട് പഠിക്കുകയാണ്.
അതെ, അവർ ചെയ്യുന്നതും എങ്ങനെയാണെന്നുള്ള കണ്ടുപിടിക്കുന്നു. അപ്പോൾ നമ്മുടെ മനസ്സിൽ അപ്പോൾ തോന്നും അത് ഇങ്ങനെ ചെയ്തൂടെ എന്ന് മനസ്സിൽ തോന്നുമ്പോൾ നമ്മളത് പറയുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടായാലോ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയാറില്ല അങ്ങനെയില്ല. അപ്പോൾ അതുകൊണ്ട് പുതിയ ആൾക്കാരൊക്കെ വരുന്നവർ ഏറ്റവും നല്ലതാണ്. കാരണം ഇപ്പോഴാണ് ഏറ്റവും കൂടുതൽ സംവിധായകർ കടന്നു വരുന്ന സമയം ഇപ്പോഴാണ്. കാരണം ഒരു വർഷത്തിൽ 180-200 സിനിമ റിലീസ് ചെയ്യുന്നു. പണ്ടൊക്കെ 50-60 സിനിമ ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്ത്. അതെ അതെ. അപ്പോൾ പുതിയ സംവിധായകർ വരട്ടെ, എല്ലാവരും അപ്ഡേറ്റ് ആവട്ടെ, നല്ല നല്ല സിനിമകൾ ഉണ്ടാവട്ടെ എന്ന് മാത്രമാണ് പ്രാർത്ഥന. ഓക്കെ സാർ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഞങ്ങളും ഒരുപാട് നല്ല നല്ല സിനിമകൾ ഇനിയും സാറിന് ചെയ്യാൻ പറ്റട്ടെ, ഞങ്ങൾക്കും കാണാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ താങ്ക് ു സോ മച്ച് സാർ, ഇത്രയും നേരം നമ്മളുമായിട്ട്. വളരെ നന്ദി. കാരണം ഇത്രയും നമ്മൾ സംസാരിക്കാൻ സാധിച്ചതിന് വളരെ സന്തോഷം. നന്ദി. താങ്ക് യു സാർ.